ഗൈസ്, നമ്മൾ ലാസ്റ്റ് ഡേ ആണ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ട് ഇന്ത്യയിൽ പ്രോപ്പർ ഫുട്ബോൾ സ്റ്റേഡിയംസ് ഇല്ല എന്നുള്ളത്. ആക്ച്വലി അത് ഞാൻ കുറച്ച് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ ചില യാത്രയിലായതുകൊണ്ട് ഇത് ഷെഡ്യൂൾ ചെയ്ത് ആണ് നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിലായിരുന്നു കൊച്ചി സ്റ്റേഡിയത്തിൽ ഒരു അപകടമുണ്ടായി, അതിൽ ആളപായമൊക്കെ അടക്കം സംഭവിച്ചു എന്നുള്ളൊരു വാർത്ത വന്നത്. അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പം ഈ സാഹചര്യത്തിൽ ഈ ഒരു സംഭവം വരുമ്പോൾ ഇതിനെപ്പറ്റി കൂടി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് ചുറ്റും കടമുറികൾ ഉണ്ട് എന്നുള്ളൊരു സാഹചര്യം. അപ്പം എന്തുകൊണ്ട് ഇവിടെ വെച്ച് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാച്ചസ് അല്ലെങ്കിൽ ഫിഫ ക്വാളിഫയേഴ്സോ AFC ക്വാളിഫയേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രധാന മത്സരങ്ങൾ ഇപ്പോൾ ഹോസ്റ്റ് ചെയ്യപ്പെടാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം പലരുമൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് അതൊരു നോർത്ത് ഇന്ത്യൻ ലോബി അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളാണ്. അതൊന്നും അല്ല. കാരണം ഇവിടുത്തെ സെക്യൂരിറ്റി റീസൺസ് കാരണമാണ് നടക്കാത്തത്. കാരണം ഈ സ്റ്റേഡിയങ്ങൾക്ക് ചുറ്റും കടമുറികളാണ്. കടമുറികൾ എന്ന് മാത്രമല്ല, അതിൻ്റെ ഏതാണ്ട് 50% അല്ലെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് ഹോട്ടൽസാണ്. നിങ്ങൾ കൊച്ചിയിലൊക്കെ സ്റ്റേഡിയത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഒരു വലിയ അപകട സാധ്യതയുണ്ട്. അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയും ചെയ്തത്. ഇതുപോലെ ഒരു ഹോട്ടലിൽ സ്റ്റീമർ പൊട്ടിത്തെറിച്ചിട്ടാണ് ആളപായം അടക്കമുള്ള ഒരു അപകടം സംഭവിക്കുന്നത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും വേദനിപ്പിക്കുന്നൊരു കാര്യമാണ്. അതുപോലെ കുറച്ച് ആളുകൾക്ക് പരിക്ക് പറ്റുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അണ്ടർ-17 വേൾഡ് കപ്പ് ഒക്കെ നടന്ന സമയത്താണ് തോന്നുന്നു AFCയുടെ പ്രസിഡന്റ് അന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പേടി തോന്നുന്ന തരത്തിലുള്ളൊരു കാര്യമാണ് ഇങ്ങനത്തെ ഈ ഹോട്ടൽസൊക്കെ അടക്കമുള്ള കടമുറികൾ ഇവിടെ ഉള്ളത് എന്നുള്ളത്. അതുപോലെ അന്ന് ഹാവിയ സെപ്പി എന്ന് പറഞ്ഞിട്ടുള്ള അണ്ടർ-17 വേൾഡ് കപ്പിൻ്റെ ഒക്കെ ഒരു ഹെഡായിട്ടിരുന്നൊരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ പോലെ കൊച്ചി സ്റ്റേഡിയത്തിൻ്റെ സെക്യൂരിറ്റി പ്രശ്നങ്ങളെ പറ്റിയൊക്കെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. നമുക്കറിയാം ഈ കഴിഞ്ഞ കാലയളവിൽ തന്നെ എന്തോരം വിവാദങ്ങൾ കൊച്ചി സ്റ്റേഡിയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായി, അവിടുത്തെ സെക്യൂരിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായി എന്നുള്ളതാണ്. അപ്പം കോൺക്രീറ്റ് പാളി വീണിട്ട് പരിക്ക് പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ പറഞ്ഞ ഭരതനാട്യം ഇൻസിഡൻറ്റിലും MLAക്ക് ഒരു ഗുരുതര അപകടം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് വരുന്നത്. സോ ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞ സംഭവം കൂടി ഉണ്ടാകുന്നതോടുകൂടി ഒരു അപകട സാധ്യത മേഖലയായിട്ട് മാറുകയാണ് കൊച്ചി കലൂർ സ്റ്റേഡിയം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഈ കോൺക്രീറ്റ് പാളിയൊക്കെ വീണ സമയത്ത് ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഈ GCDAയുമായിട്ട് ബന്ധപ്പെട്ട ചില ആളുകളിൽ നിന്നൊക്കെ വന്നിരുന്നു. റെനോവേഷൻസ് ഒക്കെ നടക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വലിയ കാര്യങ്ങളായിരുന്നു. പക്ഷേ പിന്നീട് ഞാനത് ഫോളോ അപ്പ് ഒക്കെ ചെയ്യാൻ നോക്കിയ സമയത്ത് അതിനെ പറ്റിയിട്ടുള്ള അങ്ങനെ അറിവും കാര്യങ്ങളൊന്നുമില്ല. ടെൻഡർ വിളിക്കാൻ പോകുന്നു, കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് എന്ത് റെനോവേഷനാണ് നടന്നത് എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഈ കോൺക്രീറ്റ് പാളി അങ്ങനത്തെ അപകടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതുവരെ അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ്. കാരണം സ്റ്റിൽ ആ അപകടം അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 1996 ഈ കൊച്ചി സ്റ്റേഡിയം ഓപ്പൺ ചെയ്യുന്നത്. നമുക്കറിയാം ഈ ഒരു സ്റ്റേഡിയം GCDAയുടെ ഉടമസ്ഥതയിലുള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൊച്ചിൻ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അങ്ങനെയൊക്കെ നമുക്ക് പറയുന്നതാണ്. ഇവിടെ ആദ്യമായിട്ട് നടക്കുന്നത് ഫുട്ബോൾ മാച്ച് തന്നെയാണ്. ഇന്ത്യയും ഇറാഖും തമ്മിൽ നടന്ന മത്സരം. അന്ന് ഏതാണ്ട് 1 ലക്ഷത്തിന് മുകളിൽ ആളുകളാണ് ആ ഒരു മത്സരം കാണാൻ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് നെഹ്റു കപ്പ് നടന്നിട്ടുണ്ട്. പിന്നീട് ക്രിക്കറ്റും ഫുട്ബോളുമായിട്ടൊക്കെ ഒരുപാട് മാച്ചസ്, ഇപ്പം ഒരുപാട് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് മാച്ചസ് ഇവിടെ നടന്നിട്ടുണ്ട്. അതുപോലെ IPL നടന്നിട്ടുണ്ട്, CCL നടന്നിട്ടുണ്ട്. ഫുട്ബോൾ നോക്കുകയാണെങ്കിലും ഇപ്പം FC കൊച്ചിൻ്റെ, വിവാ കേരളയുടെയൊക്കെ അടക്കം ഒരുപാട് മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നീട് 2014 മുതലാണ് കംപ്ലീറ്റ്ലി ഒരു ഫുട്ബോളിന് വേണ്ടിയായിട്ടുള്ള രീതിയിലേക്ക് ഇത് മാറുന്നത്. 2017 കൂടിയാണ് അണ്ടർ-17 വേൾഡ് കപ്പ് വന്നത്. അതൊരു ഫിഫ സ്റ്റാൻഡേർഡ് ടഫ് എന്ന നിലയിലേക്ക് മാറുന്നത്. പിന്നെയാണ് ഒരു ഫുട്ബോൾ അല്ലാതെ മറ്റൊരു ഗെയിം ഇവിടെ ഒരു കളിക്കുക എന്ന് പറയുന്നൊരു സെറ്റപ്പിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. 96 ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു സ്റ്റേഡിയം ഇപ്പോൾ ഏതാണ്ട് 30 വർഷമാകാൻ പോകുന്നു. ഇപ്പോഴും ഇവിടെ കാര്യമായിട്ടുള്ള റെനോവേഷൻസ് നടന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തൊക്കെ റെനോവേഷൻസ് നടന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യകാലത്ത് റൂഫ് ഇല്ലായിരുന്നു, റൂഫ് വന്നു. ഫ്ലഡ് ലൈറ്റ് മികച്ചതാക്കി. അതുപോലെ ഈ പറഞ്ഞ ഡ്രെയിനേജ് സിസ്റ്റം മികച്ചതാക്കി. ഫ്ലഡ് ലൈറ്റും ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ ഇതാക്കുന്നത് KCA ആണ്. അതിനുശേഷം അണ്ടർ-17 വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ടും ചില റെനോവേഷൻസ് നടന്നു. അതുമായി ബന്ധപ്പെട്ടതാണ് ഈ ടർഫും അതുപോലെ തന്നെ ചെയേഴ്സും എന്നുള്ള ലെവലിൽ. പിന്നീട് അണ്ടർ-17 വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റിയൊക്കെ കുറയ്ക്കുന്നത്. ഇത്രയും വർഷങ്ങളാകുന്ന സാഹചര്യത്തിൽ ഒരു വലിയ തോതിലുള്ള റെനോവേഷൻ നടത്തേണ്ട സമയമായി കഴിഞ്ഞു. ഇപ്പം ആ ഒരു രൂപത്തിലാണ് കൊച്ചി സ്റ്റേഡിയം ഉള്ളതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെയോടൊപ്പമാണ് ഇപ്പം കോൺക്രീറ്റ് പാളി ഇളകി വീഴുന്നു. അങ്ങനെ സ്റ്റേഡിയത്തിൻ്റെ സെക്യൂരിറ്റി റീസൺസ് ഓൾറെഡി അവിടെ നിൽക്കുന്ന സ്ഥിതിക്കാണ് ഈ പറഞ്ഞ പോലെ കടമുറികളുടെ പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, കടമുറി കൊടുത്തത് തന്നെ മണ്ടത്തരമാണ്. അതിൻ്റെയോടൊപ്പമാണ് ഈ ഹോട്ടൽസ് എന്ന് പറയുന്നത്
ഇത് വലിയ തോതിലുള്ള ഒരു അബദ്ധം തന്നെയാണ് എന്നുള്ളതാണ്. അന്നത്തെ കാലത്ത് ഇത് ഇങ്ങനെ ആയിരിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യയിലെ മറ്റ് ഇപ്പോൾ ISL കളിക്കുന്ന സ്റ്റേഡിയംസിൽ ഒരിടത്തും ഇങ്ങനത്തെ കടമുറകളൊന്നും തന്നെ വാടകയ്ക്ക് കൊടുക്കുന്നതായിട്ട് ഇല്ല എന്നുള്ളതാണ്. നമ്മളുടെയൊക്കെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് പിന്നീട് അതിനെപ്പറ്റി സംസാരിക്കൂ, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ചെയ്യാനുള്ള ശ്രമങ്ങളിലേക്ക് വരൂ, അല്ലെങ്കിൽ ഒരു അപകട സാധ്യത മുൻനിർത്തി ഒന്നും ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതി പൊതുവെ നമ്മുടെ നാട്ടിൽ കാണാത്തൊരു കാര്യമാണ്. പിന്നീട് ഈ സ്പോർട്സ് എന്ന് പറയുന്നത് ഒരു മണി മേക്ക് ചെയ്യാനുള്ളൊരു വലിയ സംഭവം, ഒരു ബിസിനസ് മോഡലാക്കി ആക്കിയാണ് ഇങ്ങനെ പലരും ഇപ്പോൾ സ്റ്റേഡിയം ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ഒരു ലക്ഷ്യമായിട്ട് തന്നെയാണ്. ഇപ്പം ഇവിടെയും അതൊക്കെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പം നോക്കൂ, എത്ര വർഷങ്ങളായിട്ട് ഇപ്പം KBC കൂടെ കളിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു റെൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി റെൻ്റാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനോടൊപ്പം തന്നെ ഈ കടമുറികളുടെ റെൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ട് പോലും ഇവിടെ ഏത് തരത്തിലുള്ള റെനോവേഷനാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മളിപ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇവർ മൾട്ടിപർപ്പസ് ആക്കി വെച്ചിരിക്കുന്നത് എപ്പോഴും ഗെയിംസ് വരിക, കൂടുതൽ കളികൾ നടക്കുക, അതിനോടൊപ്പം സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുകയാണ്. അതിന് പോരാതാണ് ഈ പറഞ്ഞ പോലെ ഒരു ഇൻ്റർനാഷണൽ മാച്ച് ഒരു നടത്താത്ത രീതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ കടമുറികൾ വെക്കുന്നത്. കടമുറി ഇങ്ങനെ മാച്ച് വരുമ്പോൾ ഒഴിപ്പിക്കുക എന്ന് പറയുന്നത് പോലെ ഈസി അല്ല. എങ്ങനെ കാര്യങ്ങൾ കുളമാക്കാമോ ആ രീതിയിലാണ് ഇവിടുത്തെ ഒരു സ്പോർട്സിൻ്റെ ഒരു സമീപനം എന്ന് പറയുന്നത്. ഞാനിതൊരു പൊളിറ്റിക്കലാക്കിയൊന്നും പറയുകയല്ല. അതിപ്പം ഏത് പാർട്ടി ഭരിച്ചാലും അതിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. സ്പോർട്സിനോടുള്ള സമീപനം തന്നെ അങ്ങനെയാണ് എന്നുള്ളതാണ്. ഫുട്ബോളിന് ഭയങ്കര പേരുകേട്ട ഒരു സംസ്ഥാനമാണെന്നൊക്കെ പറയുമ്പോഴും ഒരു പ്രോപ്പറായിട്ടുള്ള ഫുട്ബോൾ സ്റ്റേഡിയം അല്ലെങ്കിൽ ഉള്ള സ്റ്റേഡിയത്തിന് പോലും ഭയങ്കര വലിയ അപകടങ്ങളുണ്ട് എന്നുള്ളൊരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ സ്പോർട്സ് മേഖലയിൽ മൊത്തത്തിൽ നമ്മൾ പണ്ടത്തെ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു ഡൗൺഫോളാണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. ലക്ഷങ്ങൾ വാരുക എന്നുള്ള മോട്ടിവേഷനിലല്ല ഈ സ്റ്റേഡിയംസും അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളിലൊക്കെ ചെയ്യേണ്ടത്. ഇത് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മുടെ വളർന്നു വരുന്ന ജനറേഷൻ അവർക്ക് ഒരു പ്രചോദനമാകുക, മോട്ടിവേഷൻ ആകുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. നമ്മുടെ മിനിസ്റ്ററുടെ മോട്ടിവേഷൻ അല്ല, ഞാൻ റിയൽ മോട്ടിവേഷനെ പറ്റിയിട്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പം ആ ഒരു തരത്തിലൊക്കെയാണ് ഇത് വരേണ്ടതും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഫുട്ബോൾ ഏത് സ്പോർട്സും ആകട്ടെ അങ്ങനെ ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഇതിപ്പം അതിൽ നിന്ന് എത്ര കൈയിട്ട് വാരാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എത്ര പൈസ മാക്സിമം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഇവിടെ ഏതൊക്കെ തരത്തിൽ എന്തെല്ലാം ആ സമയത്ത് മാക്സിമം 365 ദിവസത്തിൽ എല്ലാ മണിക്കൂറിലും എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും, അതിൽ നിന്ന് എന്തൊക്കെ നേടാൻ പറ്റുമോ എന്നുള്ള ചിന്തയിലല്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റാണ്. അത് കാണിച്ചില്ലെങ്കിൽ ഇതൊക്കെ തന്നെ സംഭവിക്കും. പിന്നെ ഇനിയും ഇങ്ങനത്തെ അപകടങ്ങൾ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു മത്സരം നടക്കുന്ന ദിവസമാണ് ഇങ്ങനത്തെ ഒരു വലിയ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകുന്നതെങ്കിൽ ആയിരക്കണക്കിന് ജീവനുകൾ പൊലിയുന്ന ഒരു ദുരന്ത ഭൂമികയായിട്ട് മാറും കൊച്ചി സ്റ്റേഡിയം എന്നൊക്കെ ഉള്ളത്. അപ്പം ആ കാര്യത്തിലൊക്കെ ഒരു ഇപ്പോഴേ സാധ്യതകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് കാര്യങ്ങൾ പരിഹരിക്കപ്പെടുക എന്നുള്ള തരത്തിലേക്ക് പോയില്ലെങ്കിൽ അത് അത്ര നല്ലതല്ല. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ അത്ര പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമ്പോസ് പരിപാടി സനിയ.